1979 ജനുവരി 29 അന്ന് ഒരു സാധാരണ തിങ്കളാഴ്ചയായിരുന്നു. സാന്റിയാഗോയിലുള്ള ക്ലീവ്ലൻഡ് എലിമെന്ററി സ്കൂളിലെ കുട്ടികൾ പതിവ് പോലെ ക്ലാസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയം. എന്നാൽ സ്കൂളിന് നേരെ മുന്നിൽ താമസിക്കുന്ന ബ്രെൻഡ സ്പെൻസർ എന്ന 16-കാരിക്ക് അതൊരു സാധാരണ ദിവസമായിരുന്നില്ല. തിങ്കളാഴ്ചകളെ അങ്ങേയറ്റം വെറുത്തിരുന്ന അവൾ അച്ഛൻ കഴിഞ്ഞ ക്രിസ്മസിന് കൊടുത്ത സമ്മാനവും കൊണ്ടാണ് വീടിന്റെ മുകൾ നിലയിലെ സ്കൂളിലേക്ക് തുറക്കുന്ന ജനാലയുടെ അരികിലേക്ക് വന്നിരുന്നത്. .22 കാലിബർ സെമി ഓട്ടോമാറ്റിക് റൈഫിൾ ആയിരുന്നു ആ സമ്മാനം. കൂടെ വിഷാദ ലക്ഷണങ്ങളും അക്രമവാസനകളും കാണിച്ചിരുന്ന അവൾക്ക് മതിയായ ചികിത്സ ലഭ്യമാക്കണമെന്ന് പലതവണ അധ്യാപകർ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അതൊന്നും ആ അച്ഛൻ ശ്രദ്ധിച്ചിരുന്നില്ല. സ്കൂളിന്റെ വാതിലുകൾ തുറന്നതും ബ്രെൻഡ വെടിയുതിർക്കാൻ തുടങ്ങി. ശബ്ദം കേട്ട് ഓടി വന്ന പ്രിൻസിപ്പൽ ബർട്ടൺ റാഗ് ആയിരുന്നു അന്ന് ജീവൻ നഷ്ടപ്പെട്ട ആദ്യത്തെയാൾ. അദ്ദേഹത്തെ രക്ഷിക്കാൻ വന്ന മൈക്ക് സുച്ചാർ എന്ന ക്ലീനിംഗ് സ്റ്റാഫിനും അതേ വിധി തന്നെയായിരുന്നു. തുടർന്ന് ഒന്നിനു പിറകെ ഒന്നായി നിരവധി കുട്ടികളാണ് ബ്രെൻഡയുടെ ആക്രമണത്തിനിരയായത്. അപ്പോഴേക്കും വിവരമറിഞ്ഞ് പോലീസും എത്തിയിരുന്നു. ഉടനെ പോലീസിന് നേരെയും വെടിവെച്ച അവൾ കൂടുതൽ ഫോഴ്സ് എത്തിയതോടെ വീടിനുള്ളിലേക്ക് പിൻവാങ്ങുകയായിരുന്നു. ഇതിനിടെ വീട്ടിലേക്ക് വിളിച്ച ഒരു റിപ്പോർട്ടർ എന്തിനാണ് ഇതൊക്കെ ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് തിങ്കളാഴ്ചകൾ ഇഷ്ടമല്ല, ഇപ്പോൾ ഈ ദിവസം കുറെ കൂടെ രസകരമായില്ലേ എന്നാണ് അവൾ മറുപടി പറഞ്ഞത്. ഒടുവിൽ 6 മണിക്കൂർ നീണ്ട സംഘർഷങ്ങൾക്ക് ശേഷം ബ്രെൻഡ കീഴടങ്ങാൻ തീരുമാനിച്ചു. ചെയ്ത കുറ്റത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് അവളെ മുതിർന്നയാളായിട്ട് പരിഗണിച്ചാണ് വിചാരണ നടത്തിയത്. ഒടുവിൽ അവൾ സമൂഹത്തിന് ഭീഷണിയാണെന്ന് വ്യക്തമായി തിരിച്ചറിഞ്ഞ കോടതി ആജീവനാന്ത കാലം മുഴുവനും ജയിലിലിടാൻ തീരുമാനിച്ചു.